നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ജേഴ്സി മാറ്റുന്നു. ഇനി ചുവന്ന ജേഴ്സി അണിഞ്ഞ് കളിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർത്ത നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അതിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റെഡ് ജേഴ്സി എന്നുള്ളത് ബ്രസീൽ യെല്ലോ ജേഴ്സി മാറ്റി അണിയുമെന്നല്ല. യെല്ലോ ജേഴ്സി തന്നെയായിരിക്കും ഫസ്റ്റ് ജേഴ്സി. പക്ഷേ സെക്കൻഡ് ജേഴ്സി ആയിട്ട് ഇപ്പോൾ ബ്ലൂ ജേഴ്സിയാണ് ബ്രസീൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി റെഡ് ആക്കുകയാണ്. ഈ കാര്യത്തിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകാം. ബ്രസീലിൻ്റെ സെക്കൻഡ് ജേഴ്സി 2026 വേൾഡ് കപ്പിൽ റെഡ് ആയിരിക്കും. നൈക്ക് ലോഗോയാണ് ബ്രസീലിൻ്റെ ജേഴ്സിയുടെ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അതിനു പകരം അവിടെ ജോർഡൻ ലോഗോ ആയിരിക്കും ഉണ്ടാവുക. ബാസ്കറ്റ് ബോൾ ഇതിഹാസം ജോർഡൻ ബോൾ കൊണ്ട് ഇങ്ങനെ ഉയരുന്ന ആ ഒരു ലോഗോ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. വിശദമായിട്ട് ഈ വിവരം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. ഇത് സെക്കൻഡ് ജേഴ്സിയാണ്, ജോർഡൻ്റെ ലോഗോയാണ് എന്നത് മാത്രമല്ല, എന്നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2026 വേൾഡ് കപ്പിന് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇനിയും കളികളുണ്ട്. അതിൽ സെക്കൻഡ് ജേഴ്സി ബ്ലൂ തന്നെയായിരിക്കും. പക്ഷേ 2026 മാർച്ചിലെ ഫിഫ ഡേറ്റിൻ്റെ സമയത്ത്, ആ സമയത്ത് ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ ആയിരിക്കും കളിക്കുക. ആ സമയത്ത് മത്സരങ്ങൾ കളിക്കുന്നത് ഈ റെഡ് ജേഴ്സി അണിഞ്ഞായിരിക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വരുന്ന വേൾഡ് കപ്പിലും ബ്രസീലിൻ്റെ സെക്കൻഡ് ജേഴ്സി ആയിട്ട് റെഡ് ജേഴ്സി ആയിരിക്കും. ഇങ്ങനെ ജേഴ്സി മാറ്റാനുള്ള തീരുമാനം ഒരു വർഷം മുമ്പ് തന്നെ റിയോ ഡി ജനീറോയിൽ വെച്ച മീറ്റിങ്ങിൽ CBF എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഫുട്ടി ഹെഡ്ലൈൻസിലൂടെ ആ ജേഴ്സി പുറത്തേക്ക് വന്നത് എന്ന് മാത്രം. പക്ഷേ ഈ തീരുമാനം നേരത്തെ എടുത്തതാണ്. ബ്രസീൽ ഇങ്ങനെ ഒരു മാറ്റം വർഷങ്ങൾക്ക് ശേഷമാണ് എടുക്കുന്നത് എന്ന കാര്യം കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി അവർ പറയുന്നു, ഇതിൽ ലോഗോയിൽ ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് ഈ രൂപത്തിൽ നൈക്കിൻ്റെ ലോഗോക്ക് പകരം അവിടെ അമേരിക്കൻ ബാസ്കറ്റ് ബോൾ പ്ലെയർ, ലെജൻഡറി പ്ലെയർ മൈക്കിൾ ജോർഡൻ്റെ ആ ഒരു ലോഗോ ആയിരിക്കും വെക്കുക. ഇത്തരത്തിൽ ഒരു ലോഗോ അണിഞ്ഞുകൊണ്ട് കളിക്കാൻ ഇറങ്ങുന്ന ആദ്യത്തെ ദേശീയ ടീമും ബ്രസീലായിരിക്കും. പക്ഷേ നേരത്തെ PSG ഒക്കെ ക്ലബ് ഫുട്ബോളിൽ അവരുടെ ജേഴ്സിയിൽ ഇത്തരത്തിലുള്ള ലോഗോ വെച്ച് കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബോ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും എല്ലാവരും പറയുന്നു ഇങ്ങനെ റെഡ് ജേഴ്സി ബ്രസീൽ ആദ്യമായിട്ടാണ് അണിയാൻ പോകുന്നതെന്ന്. പക്ഷേ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിനു മുമ്പും ബ്രസീൽ റെഡ് അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടിന് മുമ്പാണ്. 1917 ബ്രസീൽ ഇങ്ങനെ സുൾ അമേരിക്കാനോ മത്സരത്തിൽ ഉറുഗ്വായ്, ചിലി ടീമുകൾക്കെതിരെ ഇത്തരത്തിൽ റെഡ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിച്ചിട്ടുള്ളത്. അത് പഴയ കഥ. അതിനുശേഷം ഇപ്പോഴത്തെ രൂപത്തിലേക്ക് കളിയൊക്കെ മാറിയിട്ട് ആദ്യമായിട്ടാണ് ബ്രസീൽ റെഡിലേക്ക് പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.